എടാ ഇത് ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതായത് പ്രൈസ് ഇന്നലെ ഇവിടെ ഫോർ എഫ് ഇ ജി ഇത് ഓൾറെഡി ഒരു വീക്ക്ലി എഫ് ഇ ജിയിലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ബുള്ളിഷ് റിയാക്ഷൻ കിട്ടിയിട്ടില്ല. ആഹ് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് മാർക്കറ്റ്. ഇത് മിറ്റിഗേറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ്. ഇത് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൈസ് ഇന്നലെ 15 മിനിറ്റിൽ IFEG കിട്ടി, മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് 1 അവർ നോക്കുമ്പോൾ 1 അവറിലും മാർക്കറ്റ് സൈസ് 15 മിനിറ്റിലും കിട്ടി. അടുത്ത് കിട്ടേണ്ടത് 4 അവറിലാണ്. 4 അവറിൽ നോക്കുവാണെങ്കിൽ പ്രൈസ് ആ ഒരു 4 അവർ റിജക്ഷൻ ബ്ലോക്കിൻ്റെ അവിടെ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതിന് പോയത് അവിടെ നിന്ന് പ്രൈസ് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് താഴേക്ക് ഇത് കിട്ടി. അതായത് 15 മിനിറ്റ് ഫസ്റ്റ് ഇതാണത്. അതായത് ഇങ്ങനെ വന്നിട്ട് 15 മിനിറ്റ് ഷിഫ്റ്റ് കിട്ടി, ഓർഡർ ബ്ലോക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് 1 അവറിലും ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് കിട്ടി, താഴത്തേക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഇവിടെ 1 അവർ റിജക്ഷൻ ബ്ലോക്ക് എടുത്ത് 4 അവർ നോക്കുവാണെങ്കിൽ ഇവിടെ ലോ എടുത്തിട്ടില്ല, പക്ഷെ പ്രൈസ് ബുള്ളിഷ് പോകുന്നുണ്ട്. 1 അവർ റിജക്ഷൻ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് DXY SMT കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, DXY 4 അവർ അത് തന്നെ. DXYയിൽ ഇത് കിട്ടി, SMT ഡൈവർജൻസ്. ഇവിടെയാണ് ക്യാൻഡിൽ ഓപ്പൺ ആയേക്കണം. എന്ത് ചെയ്ത് ഹൈ അത് നോക്കുവാണെങ്കിൽ അതായത് ഇന്നലെ അല്ല ഇതല്ലേ 2.4 ഇത് മാർക്കറ്റ് ഓൾറെഡി എടുത്ത്. അതായത് 1 അവർ മാർക്ക് ചെയ്യുക. 1 അവർ 2 മണിയുടെ ക്യാൻഡിൽ 12 മണിക്ക് അത് ഇതായി. EURUSD നോക്കുകയാണെങ്കിൽ 1 അവർ 2 മണിയുടെ ക്യാൻഡിൽ 12 മണിക്ക് ഇതായില്ല. അപ്പോൾ ഇവിടെ ഒരു SMT ഫോമായി. SMT എത്ര 4 മിനിറ്റ് ഉണ്ട്. SMT ഫോമായി. SMT ഫോമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് 15 മിനിറ്റിൽ ഷിഫ്റ്റ് കിട്ടണം. ഇവിടെ നോക്കുവാണെങ്കിൽ 15 മിനിറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് ഷിഫ്റ്റ് കിട്ടി, ഓർഡർ ബ്ലോക്ക് കിട്ടി 15 മിനിറ്റിൽ. അത് കഴിഞ്ഞിട്ടുണ്ടത് 1 അവറിൽ. 1 അവറിൽ കിട്ടുന്നുണ്ടോ നോക്കുവാണെങ്കിൽ 1 അവറിൽ ഇവിടെയാണ് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഉള്ളത്. ഈ ഒരു IFEG കിട്ടണം. ഇതിപ്പോൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ഒരു എൻട്രി ഉണ്ടാവില്ല എൻ്റെ ഇത് വെച്ചിട്ട്. അതായത് എൻ്റെ സെറ്റപ്പ് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ കണ്ടിട്ട് ലണ്ടനിൽ. 4 അവർ നോക്കുകയാണെങ്കിൽ ഇതൊരു 4 അവർ ഓർഡർ ബ്ലോക്കാണ് പ്രൈസ് നിൽക്കുന്നത്. 15 മിനിറ്റ് നോക്കുകയാണെങ്കിൽ താഴത്തേക്ക് ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. 4 അവർ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ട്
ഏഹ്, താഴേക്ക് താഴേക്ക് വരാം. പക്ഷേ പ്രൈസ് ഇനി ബുള്ളിഷ് പോണെങ്കിൽ ഈ ഒരു IFEG കിട്ടണം. പക്ഷേ അത് കിട്ടാത്ത പക്ഷം ആ 4 അവർ ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രൈസ് താഴത്തേക്ക് 50 മിനിറ്റിൽ ഒരു ഷിഫ്റ്റ് കിട്ടുവാണെങ്കിൽ ഒരു എൻട്രി എടുക്കായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ അത് ടാപ്പ് ചെയ്ത് ഷിഫ്റ്റ് കിട്ടിയില്ല. ഇതുണ്ട്. ഈ IFEG ഇവിടെ കിട്ടിയില്ല. പ്രൈസ് ബുള്ളിഷ് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും മെറ്റീറ്റ് ചെയ്ത് കിട്ടിയില്ല. വീണ്ടും മെറ്റീറ്റ് ചെയ്ത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആഹ് അതുകൊണ്ട് ഒരു മാനിപ്പുലേഷൻ എൻട്രി എനിക്ക് തോന്നണില്ല ഇന്ന് കിട്ടുമെന്ന്. ഇതിപ്പോൾ 44 സെക്കൻഡ്. നോക്കാം. ഇത് 44 സെക്കൻഡിൽ പ്രൈസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. നോക്കുവാണെങ്കിൽ ഒന്നുമില്ല. 50 മിനിറ്റ് ഷിഫ്റ്റ് കിട്ടി പ്രൈസ് ബുള്ളിഷാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 1 അവറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ 1 മണിക്കുള്ള ട്രേഡ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 1 അവറിൽ ഇപ്പോൾ ഷിഫ്റ്റ് കിട്ടിയിട്ടില്ല. 1 അവർ ഇപ്പോൾ കിട്ടി. 1 അവർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി കിട്ടേണ്ടത് 4 അവറിലാണ്. പക്ഷെ ഓൾറെഡി 4 അവർ കവർ ചെയ്ത് നിൽക്കുന്നതിന് ഓൾറെഡി ഇവിടെ റിജക്ഷൻ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്ത് ഇനി ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഇവിടെ 50 മിനിറ്റിൽ ഇവിടെ ഒരു ഷിഫ്റ്റ് കിട്ടുവാണെങ്കിൽ പ്രൈസിന് താഴത്തേക്ക് റൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു വ്യൂ. ഇന്നിനി എനിക്ക് ട്രേഡൊന്നും ഇല്ല. ഞാൻ ചെയ്യണ ഒരു സെറ്റപ്പിൽ അതെനിക്ക് കിട്ടേണ്ടത് 1 മണിക്ക് മാനിപ്പുലേഷൻ എൻട്രി ആയിരുന്നു. പക്ഷേ ഇന്നത് ഫോം ആയില്ല. അത്രേ ഉള്ളൂ.